ഞാനാണ് ഏറ്റവും വലിയവൻ. എന്റെ പേരാണ് പാഞ്ചിറാവു. എന്നോട് കളിക്കുന്നവര് ഞാൻ കൊടുക്കും 8ന്റെ പണി. എന്നോട് കളിക്കാൻ നോക്കണ്ട. നിങ്ങളെങ്ങാനും എനിക്ക് പണി തരാൻ നോക്കിയാൽ തീരും നിങ്ങളുടെ പണി. എങ്ങനെയുണ്ട്? 5 - 3 = 2. Who are you? നിന്റെ പൂർവികനാണ് പൂർവികൻ. ഏത് പൂരിയാ? ചോളാപൂരിയാണോ അതോ ബേൽപൂരിയാണോ? മറമണ്ടനായ മഞ്ഞ പൂച്ചേ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങളെ പോലെ കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരുണ്ടായത്. അങ്ങനെ നോക്കുമ്പോ നിന്റെ മുത്തച്ഛന്റെ 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 മുത്തച്ഛൻ ഞാൻ തന്നെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഫോട്ടോ. ഫോട്ടോ കണ്ടപ്പോ വിശ്വാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയണം. ഇവന്റെ പൂർവികൻ ആരാണ്? പിന്നെതാ ഇവന്റെ പൂർവികനും സംശയമുണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങൾ എപ്പോഴാ സിറ്റിയിലേക്ക് വന്നത്? അതൊരു വലിയ കഥയാ മോനെ. ഇപ്പോഴാ ഒരു 5 മിനിറ്റ് മുമ്പ്. എന്റെ കണ്ണമോനെ, എന്റെ കാല് മാളിൽ പോയി എനിക്ക് വാങ്ങണം കുറച്ച് സാധനം. കുരങ്ങന്റെ കാല് പിടിച്ചാൽ നഷ്ടപ്പെടും എന്റെ അഭിമാനം. അടികൈ. കാല് തിരുമുന്നോ അതോ അടി വാങ്ങുന്നോ? നീ നന്നായിട്ട് തിരുമ്മി തരുന്നുണ്ട്. അതുകൊണ്ടൊരു ഗിഫ്റ്റ് തരണം. കൊള്ളാം. എനിക്കോ? എടാ, ഗിഫ്റ്റ് നിനക്കല്ല, നീ എനിക്കാണ് തരേണ്ടത്. വാ, ഷോപ്പിങ്ങിന് പോവാം. ഈ കാർ ഞാൻ ഓടിക്കും. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള പൂർവികന്മാർക്ക് ഒരിക്കലും കാർ ഉണ്ടാവുകയില്ല. നിങ്ങളെ കൊണ്ട് കാളവണ്ടി മാത്രമേ ഓടിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ബുള്ളറ്റ് ട്രെയിനും ചോപ്പറും മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഒന്ന് പതുക്കെ പതുക്കെ. കാർ ഇത്രയും വേഗത്തിൽ ഓടിക്കണ്ട. പതുക്കെ പതുക്കെ. സിഗ്നൽ. രക്ഷപ്പെട്ടു.
നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ചിണ്ടുവോ? നീ തന്നെയല്ലേ പറഞ്ഞത് അഥവാ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ പേര് ബണ്ണിയല്ലെന്ന്. മനസ്സിലായ ശശി? പിടിക്കവനെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്താ ഒരു രസം. സുരേഷേ, ദേ വീണ്ടും നിനക്ക് അവനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സുരേഷോ? നീ അല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിന്റെ പേര് മാറ്റുമെന്ന്. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നിക്കടാ അവിടെ. നിക്കാനല്ലേ പറഞ്ഞേ? ബായ് ബായ് ബായ്. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടികിട്ടില്ല. ബായ്. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇന്ന് മഴ പെയ്യാനുള്ള ഒരു സാധ്യതയില്ലെന്നാ കാലാവസ്ഥ കേന്ദ്രം പറയുന്നത്. ഈ പത്രത്തിൽ പറയുന്നത് മൊത്തം പച്ചക്കള്ളോ. മമ്മി മമ്മി എനിക്കിപ്പോ സ്വിമ്മിംഗ് പൂളിൽ പോണം മമ്മി. You are the best mummy. ഞാനൊരു കുഞ്ഞിനെ വിട്ട് ഒരിക്കലും പോകില്ല, സത്യമായിട്ടും. നിനക്ക് ഇപ്പോഴും അവനെ കുളിപ്പിക്കാൻ പറ്റിയില്ലല്ലോ ഉത്തമ. ഉത്തമനോ? നെയിം ചേഞ്ച്, നെയിം ചേഞ്ച്. വാളിയാ, നമുക്ക് ജിമ്മ് തുടങ്ങാം. ഏറ്റളിയാ. രോഗമില്ലാത്തവർക്ക് ഈ ജിമ്മിനകത്തേക്ക് പ്രവേശനമില്ല. കണ്ടുപിടിക്ക ഞങ്ങൾ ഡോഗ്സ് എങ്ങനെയാണ് ജിമ്മി വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. കണ്ടോ, പിടിച്ചോ, ഇങ്ങനെ ചെയ്യും. അങ്ങനെ 148, 149, 150. ഇന്നെന്തായാലും ഇത്രയൊക്കെ മതി. നീ ഏതാണ്? രോഗമില്ലാത്തവർ ഈ ജിമ്മിൽ വേണ്ട. അതെ, തനിക്കൊരു കാര്യം അറിയാവോ? ഞാൻ പറയില്ല. പിന്നെ എന്തിനാടാ ചോദിച്ചതാ? അത് ഞങ്ങൾ പറയില്ല മാഷേ. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ ജിമ്മ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി വേഗം സ്ഥലം വിട്ടോ, അഥവാ വാച്ച്മാനെ ആവശ്യം വന്നാൽ അപ്പം ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. എടാ മരത്തലയാ, 2 എണ്ണം തന്നാ നിന്റെ കൈ ഇതാ ഇങ്ങനെ തൂങ്ങിക്കിടക്കും പറഞ്ഞേക്കാം. പിന്നെ നിനക്ക് ആർക്കും കൈ കൊടുക്കാനും കഴിയില്ല, ടാറ്റ കാണിക്കാനും കഴിയില്ല. എന്തോന്ന്? അത് പറയില്ല. എന്തിനാ ചോദിച്ചത്?
അത് ഞങ്ങൾ പറയില്ല മാഷേ. ഇനി ഈ ജിം ഞങ്ങളുടേതാണ്. ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോ ഡോഗ്സിന് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ, മറ്റാർക്കുമില്ല. ഞാനും ഒരു ഡോഗാണ്. അത് ശരി, നീ ഡോഗായിരുന്നു. ഞാൻ കരുതിയത് നീ ഡോങ്കി എന്നാ. മുടി മുറിച്ചിട്ട് വന്നതാ ഞാൻ വിചാരിച്ചത്. അതെ, ഈ ജിമ്മ് തോത്താറാമിന്റെതാണ്. ആടിക്കുമാരായി. യോ, അയ്യോനെ ഇന്ന്. ഞാൻ ഈ ബോളില് കോൺഫ്ലെക്സ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ദാ കണ്ടോ. ഇവന്മാരെ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. വാ, നമുക്ക് പോകാം. ഇനി ഏരിയ ബൈ ബൈ ബൈ. നീ മക വൃത്തികേടായല്ലോ ഹണി. നമുക്കൊക്കെ വൃത്തികേടാവാൻ ഒരു നല്ല സ്ഥലമുണ്ട്. നീ അങ്ങോട്ട് വരുന്നോ? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയേക്കാം. വാ വാ വാ, വേഗം പോയേക്കാം. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴകിയ ആഹാരങ്ങളാണ് എന്റെ ഫേവറേറ്റ്. 1 2 അല്ലെങ്കിൽ 50 വരെ. എന്റെ തലക്കകത്തെന്തോ മൂളുന്നു. പൂരത്തിന് അമിട്ട് പൊട്ടുന്ന പോലെ ഉണ്ട്. നിങ്ങൾ എന്നെ കെടിയിലാക്കിയല്ലേ, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ബൈ ബൈ ബൈ. വൃത്തി എനിക്ക് ഇഷ്ടമല്ല. ഹായ്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടൂ ഗായ്. ചെളിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ബൈ. കൊച്ചളിയാ, വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ഹൈ, ഇതിലൊന്നും ഇല്ലല്ലോ. ആ കുപ്പിയിൽ നോക്കാം. അല്ല, ഇതിലൊന്നുമില്ലേ? ഞാൻ ഇനി വെള്ളം എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ഇനി ഏതായാലും അടുക്കള ചെന്ന് നോക്കാം. ആഹാ, വെള്ളം കിട്ടി. ഏയ്. അടിപൊളി, ഇതേ കേക്ക്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളിവിടെ എന്താ ഈ ചെയ്യുന്നേ? വേഗം പുറത്തേക്ക് വാ. മേഡോ കാരണം കണ്ടോണ്ട് വന്നാ തീർന്നു. ഹായ്, നിങ്ങൾക്കായി എന്താ കൊണ്ടുവന്നിരിക്കുന്നേന്ന്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പെറ്റ് പിഗ് ആണ്. പേര് പോർക്കൻ കുമാർ. ഫ്രണ്ടിന്റെ പേര് വളരെ നന്നായിട്ടുണ്ട്. അതിരിക്കട്ടെ, ഇവന്റെ പേരെന്താ? ബൈ ബൈ ബൈ. ഞാനാണ് പോർക്കൻ കുമാർ. കുട്ടികളെല്ലാം വികൃതികളാണ്. അവർ പിഞ്ചു മനസ്സിന്റെ ഉടമകളുമാണ്. ആക്ച്വലി എനിക്കറിയില്ല മാഡം എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു സ്മോൾ ചായ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബൈ ഹായ് ഹായ്. സൂക്ഷിച്ച്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മുൻപോട്ടാണ് പോകേണ്ടത്. താനാണെങ്കിൽ പുറകോട്ടാണല്ലോ പോകുന്നത്.